വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയ ടൈമിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി അത് ചെയ്യണം. നമ്മളൊന്നും വേറെ ഒന്നുമല്ല, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിക്കർ കളക്ഷൻ. അപ്പോൾ സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കളക്ഷനിൽ ക്രാഫ്റ്റ് ഐറ്റംസിലും അങ്ങനത്തെ ഐറ്റംസിൽ കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ പലയിടത്ത് പോയാലും എനിക്കിഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്, മിക്കവാറും ഞാൻ മേടിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചാനൽ കണ്ടവർക്ക് അറിയായിരിക്കും, ജേർണലിൽ കുറേ സ്റ്റിക്കേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ അൺബോക്സിങ് ഒക്കെ സ്റ്റിക്കേഴ്സിൻ്റെ അൺബോക്സിങ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇടയായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല. പിന്നെ ഞാൻ മുന്നേ കാണിച്ച സമയത്ത് അന്ന് എൻ്റെ അടുത്ത് അധികം സ്റ്റിക്കേഴ്സ് ഒന്നുമില്ല, 2-3 പാക്കറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റിക്കർ കളക്ഷൻ വീഡിയോ ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മുടെ എല്ലാ സാറ്റർഡേയോ സൺഡേയോ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഉണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതുപോലത്തെ 2 കവേഴ്സിലാണ് ഞാൻ സ്റ്റിക്കേഴ്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു സിപ്ലോക്ക് ബാഗ്, ഇതൊരു പൗച്ചാണ്. അതിനെ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. എനിക്കറിയാൻ നല്ല രീതിയിൽ കൊളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തെന്നാ നോക്കണ്ടത്. ആദ്യം നമുക്ക് ഈ ഒരു പൗച്ചിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് മൊത്തം നമ്മുടെ കവായി ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സാണ്. കവായി അല്ലാത്തതും ഉണ്ട്. ഇതുപോലത്തെ കുറച്ച് മിനി ആയിട്ടുള്ള എനിമേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള എനിമേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലത്തതും ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച്. ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഒരു എനിമേ ഗേള് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കവായി സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ ഏകദേശം 2-3 മാസമായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിട്ട്. ഒരുപാട് 20 ഷീറ്റ്സ് വരുന്നതാണ്. ഇത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് മിക്കപ്പോഴും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ വേറെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചതാണ് അൺബോക്സിങ്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ജസ്റ്റ് കാണിക്കുന്നൊന്നുമില്ല. ഇതാണ് കേട്ടോ ഗൈസ്. ഞാൻ ഈ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 2 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും. 2 വർഷമായിട്ട് ഞാനിങ്ങനെ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്ത് വന്നിട്ടാണ് ഇത്രയും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാഗ് പൗച്ചിലുള്ള അത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പൗച്ചിൽ എന്താണുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് അല്ല ഗൈസ്, നോക്കാം. ഇതിങ്ങനെ കെട്ടാക്കി വെച്ചതാണ്, നോക്കാം കേട്ടോ. ഇത് കെട്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് വാരി വലിഞ്ഞ് കവറിൻ്റെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചത്. അപ്പോൾ ആദ്യത്തത് ഇതുപോലത്തെ ബലൂൺ സ്റ്റിക്കേഴ്സാണ്. പല ലെറ്റേഴ്സിലൊക്കെ വരുന്നതാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂൾ മാർട്ടിൽ നിന്നാണ്. എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്കയിലും സ്കൂൾ മാർട്ടിൽ നിന്നാണ്. അടുത്ത നമുക്ക് നോക്കാം ഗൈസ്. ഈ കാണുന്ന എല്ലാ സ്റ്റിക്കേഴ്സും എനിക്ക് ജേർണൽ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് ഡോട്ട് സ്റ്റിക്കേഴ്സാണ്. ഇത് ഒരു ഡോട്ട് പോലെയുള്ളൊരു ഓവൽ ഷേപ്പിലുള്ളത്. ഇത് കുറച്ച് വേറെ ഷേപ്പ്. പിന്നെ ഇത് വാഷി ടേപ്പിൻ്റെ സൈസിൽ വരുന്നത്. പിന്നെ ഇതെന്തോ കൊറിയൻ ലാംഗ്വേജിലുള്ള സ്റ്റിക്കേഴ്സാണ്. ഇത് പിന്നെ നമ്മുടെ ഇംഗ്ലീഷിലുള്ള കുറച്ച് ക്വാർഡ്സാണ്. ഇതല്ലാത്ത കുറച്ച്, ഇതും വേറെ കുറച്ച്. അങ്ങനെ ഒരു 5-6 പാക്കറ്റ്സ് എനിക്ക് 5-6 ഷീറ്റ് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഇത് കുറച്ച് സ്മൈലി സ്റ്റിക്കേഴ്സാണ്, ക്രിസ്റ്റൽ മാതിരിയുള്ള. ഇത് കഴിഞ്ഞ സ്റ്റിക്കർ കളക്ഷന് ഞാൻ കാണിച്ചതാണ്. ഇതിൽ പകുതിയും തീർന്നു, എന്നാലും ഞാനിതിങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് സ്മൈലി സ്റ്റിക്കേഴ്സ്. അടുത്തത് കുറച്ച് പഫി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. നല്ല രസമാണ്. ഇതിങ്ങനെ പഫ് മാതിരിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. ഇതും സ്കൂൾ മാർട്ടിൽ നിന്നാണ്. അതുപോലെ ഇതുണ്ട്, ഇത് സ്റ്റാമ്പ് സ്റ്റിക്കറാണ്. ഇതും നല്ല അടിപൊളി ലുക്കാണ്. ഒരു ഗോൾഡൻ ഇതൊക്കെ വന്നിട്ട് അടിപൊളിയാണ്. ഇതും സ്കൂൾ മാർട്ടിൽ നിന്നാണ്. പിന്നെ അടുത്തത് ഇതാണ്. ഇതും നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, യൂണിക്കോൺ സ്റ്റിക്കേഴ്സ്. അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. രണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അടിപൊളിയാണ്.
അടുത്തതായിട്ടുള്ള ഗൈസ് ഇതുപോലത്തെ കുറച്ച് നോർമലായിട്ടുള്ള സ്റ്റാർ സ്റ്റിക്കേഴ്സാണ്. ഇത് ഒന്നിൽ എത്രയോ 45 ഷീറ്റ് എങ്ങാനുണ്ട്. അപ്പോൾ അതിലുള്ള സ്റ്റിക്കേഴ്സാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് ഇതാണ്, ഇതും സ്റ്റാർ സ്റ്റിക്കേഴ്സാണ്. ഇത് 2 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു പിങ്ക് ആൻഡ് ഗോൾഡ് വന്നിട്ടുള്ളതുണ്ട്, പിന്നെ ഗോൾഡിൽ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ഉള്ളതും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് സ്റ്റാറിൻ്റെ ഇതിൽ വരുന്നത്. എൻ്റെ അടുത്ത് 3 ജേർണൽ സെറ്റാണുള്ളത്. അപ്പോൾ അതിൽ വേറൊരു ജേർണൽ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതൊക്കെ. ആ ജേർണൽ സെറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല സ്റ്റിക്കേഴ്സാണ്. സ്റ്റോൺ സ്റ്റിക്കേഴ്സും ഉണ്ട്, അല്ലാതെ ഇതുപോലത്തെ കുറച്ച് പ്രിൻസ് ഉള്ള സ്റ്റിക്കേഴ്സും ഉണ്ട്. നല്ല ഭംഗിയുള്ളതാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിലും അതുപോലെ തന്നെ. പക്ഷേ കുറച്ചും കൂടി ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. നല്ല സ്റ്റിക്കേഴ്സാട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഗൈസ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ബാർബി, പ്രിൻസസ്, ബട്ടർഫ്ലൈ അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇത് എല്ലായിടത്തും കിട്ടുന്ന സാധാ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതും എൻ്റെ അടുത്തുണ്ട്, ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സാണുള്ളത്. ഇതെൻ്റെ 3rd ജേർണൽ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. 2 കളേഴ്സ് വ്യത്യാസമുണ്ട്, പക്ഷേ അതിലുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇതുപോലത്തെ മിനി ആയിട്ടുള്ള, ബാക്കിൽ പശയുണ്ട്. ഇത് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഇത് കിട്ടിയതിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ ഇതാണ് ഏറ്റവും ഓൾഡായിട്ടുള്ളൊരു ഇതൊരു സ്റ്റിക്കർ ബുക്ക് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറേ പഴയ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കണ്ടോ. ഇത് എൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഇതിൽ ചിലതൊക്കെ ഞാൻ ഉണ്ടാക്കിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലത്തെ ഒരുപാടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ്. ഇഷ്ടപ്പെട്ടു വിചാരിക്കും. സോ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.